ഇന്നൊരു അവധിയുള്ള ദിവസമാണ് കേട്ടോ. അവധി എന്ന് വെച്ചാൽ സ്കൂളില്ലാത്തൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ സമാധാനത്തോടെ നമുക്ക് കിച്ചണിലേക്ക് കയറാം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അടയാണ് കേട്ടോ. സ്കൂൾ അവധിയുള്ള ദിവസങ്ങളിൽ ഞാൻ കൂടുതലും അടയാണ് ഉണ്ടാക്കാറ്. കാരണം ദിവസവും ബാക്കി എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ എല്ലാത്ത ദിവസവും നമുക്ക് അടയൊന്നും ഉണ്ടാക്കാൻ സമയം കിട്ടില്ല. ഇതൊരുപാട് ടൈം എടുത്തിട്ട് ചെയ്യേണ്ട ഒരു പണിയാണല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ തേങ്ങയും വെല്ലവും കൂടി കുഴച്ച് വെച്ചിട്ടുണ്ട്. കുഴക്കുക എന്ന് തന്നെയല്ലേ പറയുക. ചില ആൾക്കാർ കമൻറ്റിൽ ഇടുന്ന കാണാം കുഴമ്പ് എന്നൊന്നും പറയാതെ കുഴമ്പ് എന്ന് പറയണമെന്ന്. പക്ഷേ എന്താ വായിൽ വരില്ല. എന്തെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ കമൻറ്റിൽ ഇടണേ, ഞാനത് ശരിയാക്കിക്കോളാം. അപ്പോൾ നമ്മുടെ കോഴിക്കോടൻ ഭാഷയായതുകൊണ്ട് അങ്ങനെ കുറേ യായൊന്നും കിട്ടില്ല. അപ്പോൾ ഞാൻ അട അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് വേകുന്ന ടൈം കൊണ്ട് നമുക്ക് ബാക്കി പണികളൊക്കെ ചെയ്ത് തീർക്കാം. അപ്പോൾ ഇന്നെന്താണെന്നറിയില്ല, ചെറുതായിട്ട് വെയിലറിക്കുന്നുണ്ട്. അപ്പോൾ വാഷിംഗ് മെഷീനകത്ത് അലക്കാനുള്ള തുണിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. വെയിലറിക്കുന്ന സമയത്ത് ചെയ്യേണ്ട ജോലികൾ പെട്ടെന്ന് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. കാരണം മഴ പെയ്താൽ ആകെ സീനാവും. അപ്പോൾ ഞാൻ വേഗം തന്നെ മുറ്റടിച്ചിടുകയാണ്. അപ്പോഴേക്കും ദേവസ്വം എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ അവനെ കുളിപ്പിച്ച് സുന്ദരനാക്കി ഒരു ചന്ദനക്കുറിയൊക്കെ തൊട്ടു കൊടുത്തു. കുട്ടിക്കിപ്പം കുളിച്ചാൽ ചന്ദനക്കുറി നിർബന്ധമാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും അട ഊതി ഊതി കഴിച്ചു. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രഭാത വിശേഷങ്ങൾ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.